അല്ല ശരിക്കും ഇതിനിപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ആവല്ലേ? എന്താ അറിയില്ല. സവിൻ തന്നെ ഫോൺ ചെയ്ത് തരും. നമ്മളെ സവിൻ ചേട്ട ഈ ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി RPM കറഞ്ഞ അല്ല എന്താ പറ്റിയ ശരിക്കും? ഇതിന്റെ RPM കയറില്ല. ഞാനപ്പോ അവിടുന്ന് കൊടുക്കുന്ന വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാക്സിമം താങ്ങും 2. ഇതിനപ്പുറം പോകില്ല. 2 മേലെ കയറുന്നില്ല. സ്പീഡ് ആണെങ്കിൽ 46 ഇഞ്ചിന്റെ അപ്പുറം സ്പീഡും കയറില്ല. ബോണറ്റും തുറക്കോ? ഇതിന്റെ പ്രശ്നം എന്താ ചെയ്ത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. ഈ വണ്ടിമ ഏകദേശം ചെറുപ്പം മുതൽ ട്രൗസർ ഇട്ട് എടുക്കാൻ തുടങ്ങിയതാ. ഏത് എഞ്ചിൻ നോക്കാം? ഡീസൽ എഞ്ചിനാണ്. എത്ര ഡീസൽ അടിച്ചത്? ഡീസൽ ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ച് അങ്ങനെ 1 ലിറ്റർ ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. ഒരു കാര്യം ചെയ്താൽ ഒറ്റ സിമ്പിൾ കാര്യം, ഒന്ന് ഡീസൽ അടിച്ചാൽ മതി. കാരണം ഹോണ്ടക്കുള്ളേ മെയിൻ ഫീച്ചറാണ് ഇത്. ഡീസൽ കഴിയാനായി കഴിഞ്ഞാൽ വണ്ടി RPM കയറൂല. 2000 RPM നിങ്ങൾക്ക് ഇതിന് മുമ്പ് അനുഭവമില്ലേ? ഈ മോഡൽ എല്ലാം ഉണ്ട്. ഹോണ്ട സിറ്റി, അമേസ് തുടങ്ങിയിട്ടുള്ള ഒരു വാഹനം ഡീസൽ ആണെന്നുണ്ടെങ്കിൽ RPM 2000 മുഴുക്കല്ല. കുഴപ്പമില്ല, ഡീസലിൽ കുറച്ച് അടിച്ചാൽ കേട്ടോ. സംഭവം വെരി സിമ്പിൾ സാധനം. ഇത് പല ആൾക്കാർക്ക് പറ്റുന്ന അമളിയാണ്. അല്ല ഇത് നമുക്ക് സെയിലിനുള്ളല്ലേ? എങ്ങനെ മോഡൽ വരുന്നത്? 2018 മോഡലാണ്. S വേരിയന്റിൽ കിടക്കുന്ന ഡീസൽ വണ്ടിയാണ്. ഇതിന് എത്ര മൈലേജ് കിട്ടും അറിയോ? 22 എന്തായാലും മൈലേജ് കിട്ടും അല്ലെ? അതും സഡൻ ഓഫ് ആയിക്കണം. എല്ലാം ഡീസൽ ആയിക്കണം. ഇനി പമ്പ് കത്തൂലെങ്കിൽ അതും ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വരവെന്നു. സിംഗിൾ ഓണർഷിപ്പ് അല്ലത്? സിംഗിൾ ആർ സി ആണ്. വേരിയന്റ് S ആയിരിക്കും. കാരണം അലോയിലില്ല. S വേരിയന്റിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, കമ്പനി സ്റ്റീരിയോ, പിന്നെ അതേപോലെ സെൻട്രൽ ലോക്കിംഗ്, സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കും. 22 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടികൾ നോക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അല്ലേ? അതെ. പ്രൈസ് എത്ര കൊടുക്കാം നമുക്ക്? പ്രൈസ് നെറ്റ് നമുക്ക് 550 കൊടുക്കാം. പിന്നെ 4.5 ചെയ്യാൻ പറ്റൂലേ? 4.5 ഫിനാൻസ്. പിന്നെ ഒറിജിനൽ കേരളല്ലേ? ഒറിജിനൽ കേരളയാണ്. അതേപോലെ നമ്മൾ വന്നിട്ടുള്ള കേരള 28 രജിസ്ട്രേഷൻ നിൽക്കുന്ന ഒരു അടിപൊളി വാഗണർ ഉണ്ട് കേട്ടോ. ഇത് 2021 മോഡൽ നിൽക്കുന്ന വാഗണറാണ്. പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 89 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. VX എന്നുള്ള വേരിയന്റ് ആണ്. അപ്പൊ വാഗണർ അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് ഉള്ള ബോക്സ് ടൈപ്പ് വാഹനങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയുള്ള വാഹനമാണ്. 4.85 നമുക്ക് ഈ ഒരു വാഹനം സെയിൽ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെയൊക്കെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബലേനുണ്ട്. സ്പോയിലറൊക്കെ ചെയ്തിട്ടുള്ള ഡുവൽ ടോണിലൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക് സ്പോയിലറൊക്കെ ആഡ് ഓൺ ചെയ്ത് ക്രോമിനൊക്കെ ഫുൾ സ്മോക്ക് ചെയ്തിട്ടുള്ള ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ വെക്കുന്ന ഒരു അടിപൊളി ബലേനോ. ഇത് പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വാഹനമാണ്. പെട്രോൾ ഏകദേശം ഒരു 17-18 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഡെൽറ്റ എന്നുള്ള വേരിയന്റ് ആണ്. ആൽഫ എന്നുള്ള വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റോട്ടും അലോയ് വീൽസും പ്രൊജക്ട് ലാമ്പും മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് അങ്ങ് എല്ലായിടത്തും വാഹനത്തിൽ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്ലൂവും ബ്ലാക്കും തമ്മിൽ ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളും കമ്പനി സ്റ്റീരിയോയും അങ്ങനെ ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സും നിൽക്കുന്ന സീറ്റ് കവറും കാര്യങ്ങളെല്ലാം നിൽക്കുന്ന പെട്രോൾ എഞ്ചിൽ 2018 മോഡൽ നിൽക്കുന്ന അൽഫ എന്ന മാനുവൽ ഗിയർ ബോക്സ് നിൽക്കുന്ന വാഹനം. ഇത് എത്ര നമുക്ക് പ്രൈസിംഗ് ഉണ്ട്? നമുക്ക് 570 നെറ്റ് പ്രൈസിന് കൊടുക്കാം. 570 2018 മോഡൽ നിൽക്കുന്ന മാനുവൽ അൽഫ ബലേനോ ഒന്ന് സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് 5-5.25 ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ബലേനോ അൽഫ ടോപ്പിന്റെ വാഹനോ അല്ലെങ്കിൽ ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന വാഗണറോ അല്ലെങ്കിൽ 22 കിലോമീറ്റർ മൈലേജ് ഉള്ള ഡീസൽ കമ്മിയുള്ള ഈ ഒരു ഹോണ്ടയുടെ അമേസോ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങളെല്ലാം ഈ ഒരു മെട്രോ പില്ലർ കണ്ടാൽ തന്നെ അറിയാം ഇതെല്ലാം കൊച്ചിയിലാണ് സ്റ്റോക്ക് ഉള്ളത്. കൊച്ചി കാർലറ്റിന്റെ ഷോറൂമിലാണ് ഈ വാഹനങ്ങളെല്ലാം അവൈലബിൾ ഉള്ളത്. അപ്പോൾ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന സവിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.